ഇന്ന് നമ്മുടെ റെഡ് ക്ലോ ക്രേഫിഷുകളുടെ വാട്ടർ ചേഞ്ചിൻ്റെ ദിവസമായിരുന്നു. പക്ഷേ അതേ സമയം തന്നെ ഒരു ട്രാജഡി നടന്നു. ഈ ആദ്യത്തെ ട്രെയിൽ കിടക്കുന്ന ഫീമെയിൽ ചത്തുപോയിരിക്കുകയാണ്. ഇത് ഞാൻ വന്നപ്പോൾ ഷെല്ല് പൊഴിച്ചതാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഞാൻ ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ അത് ഷെല്ലല്ല, അത് ശരിക്കും ക്രേഫിഷ് തന്നെ ചത്ത് കിടക്കുന്നതായിരുന്നു. നമ്മുടെ ഈ ആദ്യത്തെ ട്രെയിലാണ് നമ്മുടെ ഒരു ഫീമെയിൽ കിടക്കുന്നത്, വലിയ ഫീമെയിലാണ്. രണ്ടാമത്തെ ട്രെയിൽ മെയിലാണ്. ബാക്കി 2 ട്രെയിലും ഫീമെയിലുകളാണ് കിടക്കുന്നത്. ഈ അവസാനത്തെ 2 ട്രെയിലുകളിൽ രണ്ടാമത്തെ ട്രെയിൽ മെയിലും ആദ്യത്തെ ട്രെയിൽ ഫീമെയിലും, അതായത് 3 ഫീമെയിലും 1 മെയിലുമാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ഈ ട്രെയിലാണ് നമ്മുടെ ഒരു വലിയ ഫീമെയിൽ ഉണ്ടായിരുന്നത്. ഞാൻ നോക്കിയപ്പോൾ അത് മുട്ടയിട്ടിരിക്കുകയാണ്. നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ് നടന്നിട്ടുള്ളത്. ഈ ഒരു ക്രേഫിഷ് കുറച്ച് ദിവസമായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നില്ല. ഇതെല്ലാ ക്രേഫിഷുകളും ചെയ്യുന്നത് തന്നെയാണ്. അവർ ഷെല്ല് പൊഴിക്കാൻ സമയത്ത് അവർ ഫുഡ് കഴിക്കുന്നത് വളരെ കുറവായിരിക്കും. അപ്പോൾ ഇത് കുറച്ച് നാളായിട്ട്, അതായത് 1-2 ദിവസമായിട്ട് ഫുഡ് കഴിക്കുന്നത് വളരെ കുറവായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചത് ഷെല്ല് പൊഴിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്നതാണെന്നാണ്. സാധാരണ അങ്ങനെ എല്ലാ ക്രേഫിഷുകളും ചെയ്യാറുണ്ട്. നമ്മൾ മുമ്പ് വീഡിയോസൊക്കെ കാണിച്ചിരുന്നു ഷെല്ല് പൊഴിക്കുന്നതിൻ്റെ. പക്ഷേ ഇത് ഫുഡ് കഴിക്കാതിരുന്നത് ഈ ഒരു സംഭവം കൊണ്ടാണ് നമുക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. കണ്ടില്ലേ, ഇത് നിറച്ച് മുട്ടയാണ് ഇട്ടിട്ടുള്ളത്. ഇതിൻ്റെ വാലിൻ്റെ അടിഭാഗത്ത് ഇങ്ങനെയാണ് ഇവർ മുട്ടയിടുന്നത്. ഇത് ഫെർട്ടിലൈസ് ആവാത്ത മുട്ടകളാണ്. ഇതിൻ്റെ കളർ കണ്ടില്ലേ, യെല്ലോ കളർ, ഒരു പെയിൽ യെല്ലോ കളറിൽ കാണുന്നത് ഫെർട്ടിലൈസ് ആവാത്ത മുട്ടകളാണ്. ഫെർട്ടിലൈസ് ആയി കഴിഞ്ഞാൽ ഈ മുട്ടകളുടെ കളർ ഒരു ഒലീവ് ഗ്രീൻ അല്ലെങ്കിൽ ഒരു ബ്രൗൺ കളറിലേക്ക് മാറും. പെട്ടെന്ന് തന്നെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും. ആ ഒരു കളറിലാണെങ്കിൽ അത് ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള മുട്ടകളാണ്. ഈ ഒരു പെയിൽ യെല്ലോ കളറിലാണെങ്കിൽ അത് ഫെർട്ടിലൈസ് ആവാത്ത മുട്ടകളാണ്. ഈ മുട്ടകൾ ഫെർട്ടിലൈസ് ആയിട്ടില്ല, കാരണം നമ്മളൊരിക്കലും ഈ ക്രേഫിഷുകളെ ഒരുമിച്ചിട്ടിട്ടില്ല. എല്ലാത്തിനെയും സെപ്പറേറ്റ് ട്രേകളിലാണ് നമ്മൾ വളർത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല ഈ ക്രേഫിഷ് മുട്ടയിടുമെന്നുള്ള കാര്യം. എന്നാൽ ക്രേഫിഷുകൾ മീനുകളെ പോലെ തന്നെ സീസൺ ആവുന്ന സമയത്ത് ഫീമെയിലുകൾ ഇതുപോലെ മുട്ടയിടും. മെയിൽ ഇല്ല എങ്കിൽ ആ മുട്ടകൾ ഇതുപോലെ ഫെർട്ടിലൈസ് ആവാതെ കേടായി പോവുക, അല്ലെങ്കിൽ അവരത് ഒന്നുകിൽ ഉപേക്ഷിച്ച് കളയുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ ക്രേഫിഷുകളിൽ അങ്ങനെ നടക്കുന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തില്ല. നമുക്ക് മീനുകളിലൊക്കെ അങ്ങനെ ഉണ്ടാവും എന്നുള്ളത് അറിയായിരുന്നു. ബീറ്റ ഫിഷൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു. ഇതേപോലെ ചില സീസൺ ആവുന്ന സമയത്ത് ഫീമെയിലുകൾ മുട്ടയിടാറുണ്ട്. പക്ഷേ അത് വിരിയാറില്ല, കാരണം മെയിൽ ഇല്ലാത്തതുകൊണ്ട്. പക്ഷേ ഈ ക്രേഫിഷുകളിൽ അങ്ങനെ നടക്കുമെന്ന് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. നമ്മൾ അങ്ങനെ ആലോചിച്ചില്ല. അതാണ് ഒന്നാമത്തെ ഒരു കാര്യം. ഇപ്പോൾ നമുക്ക് മനസ്സിലായി ഈ ക്രേഫിഷുകളിലും ഈ സെയിം സംഭവം തന്നെ നടക്കുമെന്നുള്ള കാര്യം. മെയിലിൻ്റെ ആ ഒരു സാന്നിധ്യം ഇല്ലാതെ തന്നെ ഇവർ സീസൺ ആവുന്ന സമയത്ത് ഇതുപോലെ മുട്ടയിടും. അപ്പോൾ നമ്മൾ കെയർ കൊടുക്കണം, സ്പെഷ്യൽ കെയർ ആണ് കൊടുക്കേണ്ടത്. ഈ കാണുന്നത് കണ്ടില്ലേ, ഇത് മെയിലാണ്. നമ്മുടെ രണ്ടാമത്തെ ട്രെയിൽ കിടക്കുന്ന മെയിലാണ്. ഇത് ഫീമെയിലാണ്. ഈ ഫീമെയിലിനെ നമ്മൾ മുമ്പ് ബോഡി സ്ട്രക്ചർ വെച്ചാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത് മെയിലാണോ ഫീമെയിലാണോ എന്നുള്ളത്. നമ്മൾ ഇതിൻ്റെ അടിഭാഗം ചെക്ക് ചെയ്യുന്നൊരു പരിപാടിയുണ്ട്, ഇതിൻ്റെ ജെനിറ്റൽസ് ചെക്ക് ചെയ്ത് മെയിലും ഫീമെയിലും കണ്ടുപിടിക്കുന്നത്. അങ്ങനെ നമ്മൾ ഇതുവരെ ഇവരെ ചെക്ക് ചെയ്തിട്ടില്ല. നമ്മൾ ബോഡി സ്ട്രക്ചർ നോക്കിയാണ് മെയിലും ഫീമെയിലും ഐഡൻറ്റിഫൈ ചെയ്തത്. അപ്പോൾ നമ്മൾ ഇതിനെ ഫീമെയിലാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ കൺഫേം ആയി ഇത് ഫീമെയിലാണെന്നുള്ള കാര്യം, കാരണം ഇത് മുട്ടയിട്ടിട്ടുണ്ട്. മെയിലിനെയും ഫീമെയിലിനെയും ബോഡി സ്ട്രക്ചർ നോക്കി എങ്ങനെയാണ് മനസ്സിലാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫീമെയിലിൻ്റെ ബോഡി വലുതായിരിക്കും, ക്ലോസ് ഉണ്ടല്ലോ കടിക്കുന്ന സാധനം അത് ചെറുതായിരിക്കും. അതുപോലെ തന്നെ മെയിലാണെന്നുണ്ടെങ്കിൽ ബോഡി കുറച്ച് ചെറുതായിരിക്കും, പക്ഷേ ക്ലോസ് ഭയങ്കര വലുതായിരിക്കും. ഇത് നോക്കിയാൽ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഫീമെയിലുകളുടെ ക്ലോസിൽ റെഡ് കളർ ഉണ്ടായിരിക്കില്ല, എന്നാൽ അതേസമയം മെയിലുകളുടെ ക്ലോസിൽ റെഡ് കളർ ഉണ്ടായിരിക്കും. അങ്ങനെ ജസ്റ്റ് ബോഡി സ്ട്രക്ചർ നോക്കി തന്നെ, അല്ലെങ്കിൽ ബോഡിയുടെ ഒരു കളറൊക്കെ നോക്കി തന്നെ നമുക്ക് ഈസി ആയിട്ട് മെയിലിനെയും ഫീമെയിലിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ ജെനിറ്റൽസ് നോക്കി കണ്ടുപിടിക്കുന്ന ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഇതിൻ്റെ ആ ഒരു ബോഡിയിൽ കാണിച്ചു തരാം. അതായത് ഈ മുട്ടകൾക്ക് മുകളിൽ കാലുകൾ കണ്ടില്ലേ, ആ കാലുകളിൽ 4 പെയർ കാലുകളാണുള്ളത്. ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ രണ്ടാമത്തെ സെറ്റ് കാലുകളുടെ അവിടെ 2 ഡോട്ട് ഉണ്ടായിരിക്കും. മെയിലാണ് എന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ സെറ്റ് കാലുകളുടെ 2 കാലിലും ആയിട്ട് ഓരോ ഡോട്ടുകൾ ഉണ്ടായിരിക്കും. അതാണ് മെയിൽ. അത് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാലാണ് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ ഇങ്ങനെ കാണിച്ചാൽ മനസ്സിലാവില്ല. നമ്മൾ ക്ലോസപ്പായിട്ട് കാണിക്കാൻ ശ്രമിക്കാം. കണ്ടില്ലേ, ആ കാലിൻ്റെ അവിടെ ഒരു സംഭവം ഉണ്ട്. അത് നമ്മളിപ്പോൾ ക്ലോസപ്പായിട്ട് കാണിച്ചാലും മനസ്സിലാവില്ല, കാരണം അത് ബ്ലാക്ക് കളറിലുള്ള ഡോട്ടൊന്നുമല്ല. അവരുടെ ആ കാലിൻ്റെ ആ വെളുത്ത നിറം കണ്ടില്ല, ആ നിറത്തിൽ തന്നെയാണ് ആ ഒരു ഡോട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത്. അത് നിങ്ങൾ ക്രേഫിഷുകളെ വാങ്ങുന്ന സമയത്ത് ക്ലോസപ്പായിട്ട് നോക്കിയാൽ മനസ്സിലാവും. നമ്മളിപ്പോൾ എത്രത്തോളം ക്ലോസപ്പായിട്ട് കാണിച്ചാലും അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതായത് പൊങ്ങി നിൽക്കുന്ന ഒരു ചെറിയ പ്രൊജക്ഷനാണ്. അത് ഫീമെയിലുകൾ കാണുന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ സെറ്റ് കാലുകളിൽ 2 കാലുകളിൽ ആ ഡോട്ട് കാണാം. മെയിലാണ് എന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ സെറ്റ് കാലുകളിൽ 2 ഡോട്ട് കാണാം. 2 കാലുകളിലായിട്ട് ഓരോ ഡോട്ട് വീതം കാണാം. എന്തായാലും നമ്മുടെ ഈ ഒരു ഫീമെയിൽ ചത്തുപോയിരിക്കുകയാണ്. ഇതാണ് കാരണം, ഇത്രയധികം മുട്ടകളാണ് അത് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അതിന് സ്പെഷ്യൽ കെയർ കൊടുത്തില്ല എന്നുള്ളതാണ്. മുട്ട ഇട്ടിരിക്കുന്ന സമയത്ത് അതിന് നല്ല സ്ട്രെസ്സായിരിക്കും. അതായത് നമ്മൾ സാധാരണ വാട്ടർ ചേഞ്ച് കൊടുക്കുന്ന പോലെയൊന്നും ഇതേപോലെ മുട്ട ഇട്ടിരിക്കുന്ന ഫീമെയിലുകൾക്ക് വാട്ടർ ചേഞ്ച് കൊടുക്കാനായിട്ട് പാടില്ല, കാരണം ടെമ്പറേച്ചറൊക്കെ ഈ മുട്ടകൾ വിരിയുന്നതിനെ ബാധിക്കും. അതുകൊണ്ട് ഒരു 25% ഒക്കെ വെള്ളമാണ് മാക്സിമം മാറ്റി കൊടുക്കാനായിട്ട് പാടുള്ളൂ. ഇപ്പോൾ നമ്മൾ ട്രേകളിൽ ഫുൾ വാട്ടർ ചേഞ്ചാണ് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ ഫീമെയിലുകളുടെ ടാങ്കിൽ 25% വെള്ളം മാറ്റുന്ന സമയത്ത് തന്നെ അടിഭാഗമൊക്കെ നമ്മൾ സൈഫൺ ഉപയോഗിച്ച് വലിച്ച് ക്ലീൻ ചെയ്യണം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എയറേഷൻ. വെള്ളത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എയറേഷൻ ഉണ്ടെന്ന് കൺഫേം ചെയ്യണം, കാരണം ഈ മുട്ടകൾ വിരിയാനായിട്ട് ഓക്സിജനും കാര്യങ്ങളൊക്കെ വളരെ അത്യാവശ്യമാണ്. ഈ ഒരു ക്രേഫിഷിൻ്റെ അടിഭാഗത്ത് ആ വാലുണ്ടല്ലോ, ആ വാൽ അതിങ്ങനെ ഫാൻ പോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആട്ടും. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെള്ളത്തിൽ നിന്ന് ഓക്സിജൻ ഈ
എഗ്ഗിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ വെള്ളത്തിൽ ഓക്സിജൻ നല്ല രീതിയിൽ ഉണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. പിന്നെ ഇപ്പോൾ ഉള്ള പോലെയുള്ള ഒരു ഷാലോ ആയിട്ടുള്ള, അതായത് ആഴം കുറഞ്ഞ രീതിയിലുള്ളൊരു ട്രേ അല്ല നമ്മൾ കൊടുക്കേണ്ടത്. കുറച്ച് ഇരുട്ട് കാര്യങ്ങളൊക്കെ വരുന്ന രീതിയിൽ വല്ലാതെ ലൈറ്റ് അടിക്കാത്ത ഒരു ആംബിയൻസ് ആണ് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഒച്ചപ്പാടും ബഹളവും ഈ വൈബ്രേഷനൊക്കെ ഭയങ്കരമായിട്ട് ഉണ്ടാകുന്ന, എന്താ പറയുക, നല്ല രീതിയിൽ സൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഒരു ആംബിയൻസിൽ നമ്മൾ ഇതിനെ ഇടാൻ പാടില്ല. അതായത് വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ വേണം ഇടാനായിട്ട്. ഇവിടെ ഞാൻ ക്ലോസപ്പ് ആയിട്ട് കാണിക്കാം എങ്ങനെയാണ് മെയിലിനെയും ഫീമെയിലിനെയും ഈ ജെനിറ്റൽസ് നോക്കി ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത്. ഞാനിപ്പോൾ ഈ കാണിക്കുന്നതാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് ഫീമെയിലാണ്. ഫീമെയിലാണ് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇപ്പോൾ 4 കാലുകൾ കണ്ടില്ലേ? അതായത് ഓരോ സെറ്റ് എന്ന് പറയും, മുകളിലെ ഒരു സെറ്റ് അല്ലെങ്കിൽ ഒരു പെയർ, രണ്ടാമത്തെ പെയർ, മൂന്നാമത്തെ പെയർ, നാലാമത്തെ പെയർ, അങ്ങനെയാണ് കാലുകൾ കാണുന്നത്. ഈ കാലുകളിൽ ഫീമെയിൽ ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ രണ്ടാമത്തെ സെറ്റ് കാലുകളിൽ 2 ഡോട്ട് കാണാം. അത് വെള്ള നിറത്തിൽ തന്നെയാണ് ഡോട്ട് ഉള്ളത്, പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സംഭവമാണ്. നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. രണ്ടാമത്തെ ആ ഒരു പെയർ കാലുകളിൽ, രണ്ടാമത്തെ സെറ്റ് ആ 2 കാലുകളിലായിട്ട് കാണാം. മെയിലാണ് എന്നുണ്ടെങ്കിൽ ഈ സെയിം ഡോട്ട് തന്നെ വരുന്നത് മൂന്നാമത്തെ പെയർ കാലുകളിലാണ്. മനസ്സിലായി? മൂന്നാമത്തെ പെയർ കാലെന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ആ സെറ്റ് 2 സൈഡിൽ നിന്നുള്ളത്, അതായത് വലത്തെ സൈഡിൽ നിന്നും ഇടത്തെ സൈഡിൽ നിന്നുള്ള 2 കാലുകളിലായിട്ട് ഓരോ ഡോട്ടുകൾ കാണാം. അത് മെയിലിനാണെങ്കിൽ മൂന്നാമത്തെ സെറ്റ് കാലുകളിലും, ഫീമെയിലിനാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ സെറ്റ് കാലുകളിലുമാണ് ഈ ഡോട്ട് കാണുന്നത്. ഇങ്ങനെയാണ് ഇത് കൺഫേം ചെയ്യുന്നത് ഇത് മെയിലാണോ ഫീമെയിലാണോ എന്നുള്ളത്. വളരെ ഈസിയാണ് ഈ ക്രേഫിഷുകളുടെ ജെൻഡർ ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു സംഭവം നോക്കിയിട്ട് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും മെയിലാണോ ഫീമെയിലാണോ എന്നുള്ളത്. അതുകൂടാതെ തന്നെ നമുക്ക് ബോഡി സ്ട്രക്ചർ നോക്കിയും ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം. ക്ലോസിൻ്റെ സൈസ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിലിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ വലിയ ക്ലോസ് ആയിരിക്കും, ഫീമെയിലിൻ്റെ ചെറിയ ക്ലോസ് ആയിരിക്കും. ബോഡി ഫീമെയിലിനാണ് കൂടുതൽ വലുപ്പമായിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടുള്ളത്, മെയിലിന് കുറച്ച് ചെറുതായിരിക്കും ബോഡി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ജെൻഡർ ഐഡൻറ്റിഫിക്കേഷൻ. എന്തായാലും നമ്മുടെ വലിയ സൈസ് ഫീമെയിലാണ് ചത്തുപോയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇതുപോലെ മെയിലിൻ്റെ സാന്നിധ്യം ഇല്ലാതെ തന്നെ ഇവർ ഇതുപോലെ സീസൺ ആവുന്ന സമയത്ത് മുട്ടയിടും. അപ്പോൾ മുട്ടയിടുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചത്തുപോകാനുള്ള സാധ്യതയുണ്ട്. ഇവരെ മാറ്റിയിട്ട് സ്പെഷ്യൽ കെയർ കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ സീസൺ ആവുന്ന സമയത്ത് ഇവർ എഗ്ഗ് ചെയ്യുമെന്ന് നമുക്ക് തോന്നുന്ന ആ സീസണിൽ നമ്മൾ ഇവരെ എടുത്ത് ചെക്ക് ചെയ്യുകയാണ് വേണ്ടത്. റെഗുലറായിട്ട് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്യണമെന്നുള്ള കാര്യം എനിക്ക് മുമ്പേ അറിയായിരുന്നു. പക്ഷേ അത് മെയിലിനെയും ഫീമെയിലിനെയും ഒരുമിച്ചിട്ടുള്ള ടാങ്കുകളിലാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. കാരണം മെയിലും ഫീമെയിലും ഒരുമിച്ച് കിടക്കുമ്പോൾ ഇവർ മെയ്റ്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് എല്ലാ ആഴ്ചയും നമ്മൾ ഫീമെയിലുകളെ എടുത്ത് ചെക്ക് ചെയ്യണം. മുട്ട ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് മാറ്റിയിട്ട് സ്പെഷ്യൽ കെയർ കൊടുക്കണം. ഇവിടെ നമ്മളത് കെയർ ചെയ്യാതെ പോയതിനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെയിലിനെയും ഫീമെയിലും ഒന്നും ഒരുമിച്ച് ഇട്ടിട്ടില്ല, എല്ലാവരും സെപ്പറേറ്റ് ട്രെയിലാണ്. അതുകൊണ്ട് ഇവർ ബ്രീഡ് ആവില്ല എന്നുള്ളൊരു ചിന്തയിലായിരുന്നു. അപ്പോൾ നമുക്കിപ്പോൾ എന്തായാലും മനസ്സിലായി ഇങ്ങനെ സംഭവിക്കുന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ഇത് ഇങ്ങനെ മുട്ട ഇട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ബാക്കി 2 ഫീമെയിലുകളും ഇതുപോലെ തന്നെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ അവരും ചിലപ്പോൾ ചത്തുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഇവരെ ബ്രീഡിങ്ങിന് ട്രൈ ചെയ്യാൻ പറ്റും. സ്പേഷ്യസ് ആയിട്ടുള്ള ടാങ്കും ധാരാളം ഹൈഡിങ് സ്പോട്ടുകളും വേണം. കാരണം ബ്രീഡിങ് സമയത്ത് ഇവർ അഗ്രസീവ് ആവാറുണ്ട്. അപ്പോൾ നമ്മളൊരു ട്രയൽ അടിച്ച് നോക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു പ്ലാനിങ്ങിലായിരുന്നു നമ്മൾ നിന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ അതിനുള്ള സെറ്റപ്പ് കാര്യങ്ങളൊന്നും ചെയ്യാത്തതുകൊണ്ട് അതങ്ങനെ ഡിലേ ആയിട്ട് പോകുമായിരുന്നു. ടോട്ടൽ നമ്മുടെ കയ്യിൽ 3 ഫീമെയിലും 1 മെയിലുമാണ് ഉണ്ടായിരുന്നത്. അതിലൊരു ഫീമെയിലാണ് ഇപ്പോൾ ചത്തുപോയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ബാക്കിയുള്ളത് 1 മെയിലും 2 ഫീമെയിലുമാണ്. ഇവരെ അത്യാവശ്യം നല്ല രീതിയിൽ കെയർ ചെയ്ത് ഒരു ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യണമെന്നാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഇവരുടെ കുഞ്ഞുങ്ങളെയായിരുന്നു ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്ന് ഈ ഒരു സൈസിലേക്ക് നമ്മൾ വളർത്തി വലുതാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവരെങ്ങനെയാണ് വളർത്തുക എന്നുള്ളത് നമുക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട്. ഇവരുടെ ഫുഡും കാര്യങ്ങളും എല്ലാം നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു കാര്യം എന്ന് പറയുന്നതായിരുന്നു ഇവരുടെ ബ്രീഡിങ്. അപ്പോൾ ആ ഒരു ട്രയൽ നടത്തുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ ഒരു ട്രാജഡി സംഭവിച്ചു. അപ്പോൾ എന്തായാലും നമ്മൾ ബ്രീഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പ് ചെയ്യണമെന്ന് തന്നെ വിചാരിക്കുന്നുണ്ട്. ബ്രീഡിങ്ങിന് ഇട്ടതിന് ശേഷമാണ് ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചതെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോൾ ബ്രീഡിങ്ങിന് മുമ്പായി പോയി ഇങ്ങനെ ഒരു ട്രാജഡി. മെയിലിൻ്റെ സാന്നിധ്യം ഇല്ലാതെ ഇവർ മുട്ട ഇടുമെന്നുള്ള കാര്യം, അതുപോലെ തന്നെ നമ്മൾ കെയർ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഫീമെയിൽ ചത്തുപോകാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം നമുക്കിപ്പോൾ മനസ്സിലായി. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒട്ടും പ്രതീക്ഷിക്കാതെ നടന്നൊരു സംഭവമായിരുന്നു. അപ്പോൾ നിങ്ങളെ കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു മുട്ടയുടെ കളറും, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫെർട്ടിലൈസ് ആവാത്ത എഗ്ഗും ഫെർട്ടിലൈസ് ആയ എഗ്ഗും എങ്ങനെ തിരിച്ചറിയാമെന്നൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും. അതുപോലെ തന്നെ മെയിലിൻ്റെയും ഫീമെയിലിൻ്റെയും ബോഡി സ്ട്രക്ചറിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ജെനിറ്റൽസ് നോക്കി എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോസ് മീനുകളെ ഇഷ്ടപ്പെടുന്നവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.